നിപ്പ സ്ഥിരീകരിച്ച മലപ്പുറത്ത് അതീവ ജാഗ്രത തുടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. നിപ്പ സ്ഥിരീകരിച്ച കുട്ടിയുടെ സ്ഥിതി ഗുരുതരമായി തുടരുന്നുവെന്ന് മന്ത്രി വീണ ജോർജ്. നിപ്പ പ്രതിരോധത്തിനുള്ള മോണോക്ലോണൽ ആന്റിബോഡി അല്പസമയത്തിനകം എത്തിക്കും. സമ്പർക്ക പട്ടികയിൽ 246 പേരും 63 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും ഉണ്ടെന്ന് മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ സ്ഥിതി അതേ നിലയിൽ തന്നെ തുടരുന്നു. അല്പസമയത്തിനകം മോണോക്ലോണൽ ആന്റിബോഡി പൂനെയിൽ നിന്ന് ഇവിടെ എത്തിച്ചേരും. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു. ആ മെഡിക്കൽ ബോർഡ് ഈ മോണോക്ലോണൽ ആന്റിബോഡി നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സർവൈലൻസ് ടീമിന്റെ ഭാഗമായി അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി ആളുകളെ സമ്പർക്ക പട്ടികയിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 246 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഉള്ളത്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏതു രീതിയിലാണ് ജില്ലാ ഭരണകൂടം ഏകോപിപ്പിക്കുന്നത്? രോഹിണി, പ്രധാനമായും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റവും സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം, ആ കുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് വേണ്ട മരുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നെടുത്ത് പറയേണ്ടത്, ഈ കുട്ടിയുമായി സമ്പർക്ക പട്ടികയിലുള്ള അവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 243 പേരായി മാറുന്ന സാഹചര്യമുണ്ട്. അതിൽ 63 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ പെടുന്നവരാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 63 പേരിൽ 2 പേര് രണ്ട് പേർ ഈ നിപ്പയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. 2 പേർക്ക് എന്നുള്ളതാണ് പറയുന്നത്. 2 കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായി പറയേണ്ടത്, ഇവരുടെ സാമ്പിൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ ലാബിൽ തന്നെയാണ് പരിശോധന നടത്തുന്നത്. ഇന്ന് ഉച്ചയോടെ ഈ 2 കുട്ടികളുടെയും ഫലം പുറത്തു വരും. അപ്പോൾ കൃത്യമായി നമുക്ക് ഇതിലൊരു വ്യക്തത വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കുട്ടി ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഈ കുട്ടിയുടെ വീടും സ്കൂളും ഉണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ, അതായത് പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ കൃത്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ 243 പേരുടെ അടങ്ങുന്ന കുടുംബത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും പ്രത്യേക വളണ്ടിയർമാരെ തയ്യാറാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ട ഭക്ഷണ കാര്യങ്ങളും മറ്റെല്ലാം തന്നെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പുറത്തിറങ്ങാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ളവർ ഒരിക്കലും പുറത്തിറങ്ങരുത്, ആവശ്യത്തിന് വേണ്ടി മാത്രം പുറത്തിറങ്ങുന്ന സാഹചര്യം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രോഹിണി.